ഹായ്, എൻ്റെ പേര് അമിതേഷ്. എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോറി, ഈ യൂട്യൂബിൽ വീഡിയോ കാരണം കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോ വരുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ആൾക്കാർ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ. അതിൽ ഫസ്റ്റത്തെ കാര്യം, ഞങ്ങളുടെ വീട്ടിലൊരു മോഷണം നടന്നു. അത് നമ്മളത്രയും ഒരു കാര്യമായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും ആ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് ആൾക്കാരെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുകയാണ്. അതിപ്പോൾ പ്രതിദിനപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അത് എന്താ എങ്ങനെയാണെന്നുള്ള അറിയണം എന്നുള്ളത് പലരും പേഴ്സണലായിട്ട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു കുറേ ബ്രേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ യൂട്യൂബ് പിന്നെ പലരും കളിയാക്കിയിട്ട് ചോദിച്ചു എന്താ വരുമാനമൊക്കെ കൂടിയോണ്ട് നിങ്ങൾ നിർത്തണോ അങ്ങനെയുള്ളതിന് കുറേ കളിയാക്കലുകൾ കേട്ടു. പിന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചോദിച്ചു എന്താ ഇടാത്തത്, രസമായിട്ട് വരുന്നുണ്ടായിരുന്നു, അതൊന്ന് കണ്ടിന്യൂ ചെയ്തൂടെ. അപ്പം എല്ലാത്തിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. സ്വർണ്ണ മോഷണം നടക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണല്ലോ പഠിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ നിൽക്കാറുള്ളൂ. പിന്നെ ഒരു മാക്സിമം പോയ ഒരു 10 days 12 days ഒക്കെ നിൽക്കുകയായിരിക്കും. ലീവിനനുസരിച്ചിട്ടാണ് വരാറുള്ളത്. അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ ഏകദേശം വൈൻഡപ്പായി ഞാനിവിടെ നാട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം വന്ന സമയത്ത് ഏട്ടന് സ്വർണ്ണം ഇട്ട് പോകാൻ വേണ്ടിയിട്ടൊരു പൂതി. അപ്പോൾ അങ്ങനെ ഞങ്ങളത് വീട്ടിൽ അലമാരയുടെ ഉള്ളിൽ ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ ഈ പരിപാടിയുടെ അന്ന് രാവിലെയാണ് ഏട്ടന് സ്വർണ്ണം ഇടണമെന്ന് പറഞ്ഞിട്ട് ആ ബോക്സ് തുറക്കുന്നതും ബോക്സിൽ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അപ്പം തന്നെ ആകെ ഡൗൺ ആയിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ നിമിഷത്തിൽ കൂടെ കടന്നു പോകുമ്പോഴേ ആ ഇമോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആ സ്വർണ്ണം. ആ പെട്ടി നിറച്ച സ്വർണ്ണമായിരുന്നു. അപ്പോൾ പെട്ടി ഞാൻ തുറക്കുമ്പോൾ ഒന്നും ഇല്ലാതെ ഞാൻ എണീക്കും. ഏട്ടനാണ് സ്വർണ്ണത്തിന്റെ ബോക്സ് തുറക്കുന്നത്. അപ്പോൾ ഏട്ടനാണ് കണ്ടത് അതിന് സ്വർണ്ണമൊന്നും ഇല്ലാത്തത്. അപ്പം തന്നെ ഏട്ടൻ ആകെ തകർന്നു പോയി. പിന്നെ ഏട്ടനൊന്നും സംസാരിക്കാൻ കിട്ടുന്നില്ലേ. അപ്പോൾ ഞാൻ അവിടെ റൂമിലുണ്ടായിരുന്നു. അപ്പം എന്നോട് എന്തോ വാങ്ങിയത് ഞാൻ ഏട്ടനെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. എത്രയും വറീഡായിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഒരു നിമിഷം രണ്ടാളും ഇങ്ങനെ സ്റ്റെക്കായി നിന്നു. പക്ഷെ ഞങ്ങൾ സ്റ്റെക്കായി നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും എടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണ് 8 വയസ്സിൽ ഓടിയിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. കാരണം ഒരു ബ്ലാങ്ക് ആയിപ്പോയി ആ നിമിഷം. എന്താ സംഭവിച്ചേ ഞങ്ങളെ വീട്ടിൽ റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട്. കാരണം ഒരു മോഷണം നടക്കാൻ പറ്റിയത് ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഞങ്ങളവിടെ കണ്ടിട്ടില്ല. സാധനം നീങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടപ്പെടുക അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇനി എന്ത് പറയുന്നത്, ഞങ്ങൾ ആ അലമാര ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആ ലോക്കർ തുറന്ന സമയത്ത് ആ പെട്ടി എങ്ങനെയാണോ വെച്ചത് അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയം ഫീൽ ചെയ്തിട്ടില്ല. കിളി പോയ അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. അതേപോലെ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അതിന് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ് നമ്മൾ പരാതി കൊടുത്ത് ഇവിടുന്ന് പോലീസുകാരെ കിട്ടുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് പുറത്തുനിന്ന് വരുന്ന ഒരാളെ ചെയ്തതല്ല. കാരണം ഡോറ് കാര്യങ്ങളൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, അലമാര ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എത്ര നമ്മൾ തുറന്ന് തെച്ച് പോയിരുന്നു, എത്ര താക്കോല് വെച്ചിട്ട് അതിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു കളർ എപ്പോഴും കയറിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അത് പെട്ടെന്ന് അത് എടുത്ത് ഇറങ്ങാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അറിയണ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഇതുണ്ടാവാത്ത ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാത്തത് തന്നെ പോലീസുകാർ ഉറപ്പിച്ച് പറഞ്ഞു ഇത് ചൂടുള്ള ആരോ ചെയ്യുന്നത്. അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ വീട്ടുകാർ നമ്മളെടുത്ത് ആ റൂമിനകത്ത് ഇതാവുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായി ഒരു സസ്പെക്റ്റ് എന്നുള്ള ലെവലിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ വേണ്ടപ്പെട്ടവരെയും. അപ്പോൾ അതുകൊണ്ട് കാരണം ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് ഇത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഏകദേശം ഒരു 2-3 months കഴിയുമ്പോൾ ഇത് തീരെ നോക്കിയിട്ടില്ല. സാധനത്തിനെ പറ്റിയിട്ട് ഒന്നും അവിടെ ഉണ്ടോ എത്ര ഉണ്ട്, കാരണം ഒന്നും ഉണ്ടല്ലോ ഒന്നുമില്ല. ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ടൈം പീരീഡിൽ എപ്പോഴാണ് ഈ സാധനം നഷ്ടപ്പെട്ടതെന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കൊരു എതിരായിരുന്നു. പോലീസുകാരെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞത് ഇതിൽ ഏറ്റവും വലിയ ഇതായിട്ട് സംശയിക്കുക എന്നെയാണെന്നോ. എൻ്റെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്ന് പരാതി കൊടുത്ത് ഇയാൾ എല്ലാ സാധനം ചെയ്ത് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ സംശയിക്കുക എന്നെയാണ്. പിന്നെ
എനിക്ക് തോന്നുന്നു അവരെ ഇന്റർനായിട്ടുള്ള സീരിയൽ കൊടുത്തപ്പോൾ എനിക്കും ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനത്തെ കാര്യം വെറുതെ പറയുന്നത് ശരിയല്ല. എന്നാലും പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് സംശയിക്കാൻ തന്നെ ഞാൻ വായിക്കുന്നത് ഇന്ന സംശയിക്കുമോ ഏത് രീതിയിൽ വേണമെങ്കിലും അങ്ങനത്തെ രീതിയിൽ എൻ്റെ ലെവലിലുള്ള അന്വേഷണങ്ങളും നടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാനല്ല ചെയ്തത്, എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഞാൻ അത്രയ്ക്കും ഇമോഷണലായിട്ട് നിൽക്കുമ്പോൾ എനിക്കും ആ പ്രതി ആരാണെന്നുള്ളത് അറിയണം എന്നുള്ളത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ പോലീസുകാർക്ക് ഇന്നും ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ അടുത്താണല്ലോ കേസൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നത്. അപ്പോൾ പോലീസുകാർ അത് പറയുകയും ചെയ്തു. കാരണം ഞങ്ങൾക്ക് എന്നെ പോലും സംശയം ഉണ്ടായിരുന്നു. നേരം കൊണ്ടല്ല ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കാണുമ്പോൾ ഇപ്പോൾ ഏട്ടൻ ഒരാളടുത്ത് സംസാരിക്കുന്ന കാണുമ്പോൾ ഏട്ടൻ്റെ മുഖം കാണാൻ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്കും വലുതാണ്. എനിക്ക് സാധനം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഏട്ടനെ കാണുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറിച്ച് എൻ്റെ സൈഡ് നോക്കുമ്പോൾ ഞാൻ ആകെ ബ്ലാങ്കാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുമ്പോൾ എനിക്ക് ഡൗട്ട് തോന്നില്ല എത്രയായാലും. അപ്പോൾ അവർ വിചാരിക്കുന്നത് നീ അറിഞ്ഞുകൊണ്ടാണോ ഇന്ന് പോയത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോട് ചോദ്യം ചെയ്യുമ്പോൾ ചോദിച്ചു ആരെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന്. ഞങ്ങൾക്ക് ആ സമയത്ത് ബ്ലാങ്ക് ആയതുകൊണ്ടാണ് തോന്നി, ഞങ്ങൾക്ക് ആരും ഡൗട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വർത്തമാനത്തിനിടയിൽ ഏറ്റവും ഡൗട്ട് തോന്നി. ഞങ്ങളുടെ വീട്ടിലൊരു മോഷണം വരില്ല, ഒരു മുന്നുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഒരു ഹെഡ്സെറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏറ്റവും തമാശ എന്നുള്ള രൂപത്തിൽ ഇതിൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിന്റെ ഫ്രണ്ട് വന്നതിന് പോയതിന് ശേഷമാണ് ഈ ഹെഡ്സെറ്റ് മിസ്സായത്, ഫ്രണ്ട് അടിച്ചുകൊണ്ട് പോയോന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഓക്ക് അതിൻ്റെ ആവശ്യമില്ല, ഓള് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്, ഓള് ചെവിയിൽ എപ്പോഴും ഉണ്ട്, പിന്നെ എന്തിനാ ഈ ഹെഡ്സെറ്റിൻ്റെ ആവശ്യം എന്നുള്ള ഇതിൽ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ പറഞ്ഞു ആ ഹെഡ്സെറ്റും ആ സമയത്തേക്കില്ലേ മിസ്സായിട്ടുണ്ടാവുകയാണ്. അപ്പോഴാണ് ഇവിടെ വന്ന് നിന്ന കാര്യം, എന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ട് വന്ന് നിന്ന കാര്യം കൂടെ ഞങ്ങൾക്ക് ഓർമ്മ വന്നേ. അങ്ങനെ അപ്പോൾ ഞങ്ങളെ വീട്ടിലത്തെ മെമ്പേഴ്സ് അല്ലാതെ ഒരു പുറത്തുനിന്നൊരു മെമ്പർ വീട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ളത് ഇവള് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആരും ഞങ്ങളുടെ റൂമിലേക്ക് കയറി അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റവും ഈ കാര്യം പോലീസുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. ഈ കാര്യത്തിൽ നമ്മുടെ എൻ്റെ നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാൻ ഒന്നും കൂടി പറയുന്നത്. കാരണം രണ്ടാമത്തെ പോലീസുകാർ നമ്മൾ രണ്ടാമത് കൂടി എത്തി ഇതേപോലെ ഇരുത്തി ഞങ്ങളോട് ചോദിക്കുന്നത് ചോദിച്ചോണ്ടില്ല. അപ്പോൾ അവർ നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ സംശയമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ ആരും സംശയമില്ലാതെ അതെങ്ങനെയാണ് വരിക? ഇത്രയും ഇത് നടന്ന് പുറത്തുനിന്ന് ഒരാളല്ല കൊണ്ടുപോയി എന്നിട്ട് നിങ്ങൾക്ക് ആരും സംശയമില്ലേ? ഈ ലെവലാണ് പോലീസിനെ ഞങ്ങൾ ചോദിക്കും. അപ്പോൾ രണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ നോർമലി ഞങ്ങൾക്ക് രണ്ടാക്കും ഒരാളും സംശയമില്ല. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് ഈ ഹെഡ്സെറ്റിൻ്റെ കാര്യം ഓർമ്മ. അത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ വർക്കിന് പോകുമ്പോഴാണെങ്കിലും നൈറ്റ് വന്നിട്ട് നമ്മൾ കിടക്കാൻ നേരത്താണെങ്കിലും ഫോൺ യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആ കുട്ടി വന്ന് നിന്ന് പോയതിനു ശേഷം അത് കാണാനില്ല എന്ന് ഞാൻ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. ഞാൻ ഇവിടെ അടുത്ത് തമാശ രൂപത്തിലാണെങ്കിൽ അത് പറയുകയും ചെയ്തതാണ്. അതൊറ്റ കാരണം കൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ആ കുട്ടിയുടെ പേര് അവിടെ പറയേണ്ടി വന്നത്. പോലീസുകാർ ഞങ്ങളടുത്ത് ഉറപ്പിച്ച രീതിയിൽ വന്നു ആ കുട്ടി തന്നെയാണ് അത് ചെയ്തത്. പക്ഷേ ഞങ്ങൾ രണ്ടാക്കും അപ്പോഴൊരു അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊരു ഞങ്ങൾ ഓക്കെ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ നമ്പർ ചോദിച്ചു. പോലീസുകാർ അതിലേക്ക് വിളിക്കാതെ CDR അങ്ങനെ എന്തോ എനിക്കറിയില്ല, അവരുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് ആ നമ്പർ ആക്റ്റീവ് അല്ലാന്നാണ്. അപ്പം തന്നെ ഇവരെ ഏകദേശം ഉറപ്പിച്ച ആ കുട്ടിയാണെന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി അല്ലെങ്കിൽ പിന്നെ ആരെന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചോ എങ്ങനെയാണ് ഇവിടെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്, എത്ര ഇയറായി, എന്താവശ്യത്തിനാണ് അവൾ വന്നത്, എത്ര തവണ വന്നിട്ടുണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഇവള് റൂമിൽ കയറി വന്നിട്ടുണ്ടോ, ഇവള് പെട്ടി കണ്ടിട്ടുണ്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് ശരിയാ ഇവളിൻ്റെ ബോക്സ് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം ഒരു തവണ ഞാൻ ഇതേമാതിരി അലമാര തുറക്കുന്ന സമയത്ത് ഇവൾക്ക് ഞങ്ങൾ കൊടുത്ത റൂം ഓപ്പോസിറ്റുള്ള റൂമാണ്, അവിടെ വാഷ്റൂം ഇല്ല. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ വാഷ്റൂമാണ്. അപ്പം ഞാൻ ഈ അലമാര തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞെട്ടി പോലെ, കാരണം ഞാൻ പ്രതീക്ഷിക്കില്ല അവൾ ബാക്കിൽ വരുന്നതല്ലേ. അങ്ങനെ അലമാര തുറക്കുന്ന സമയത്ത് ഇവിടെ കണ്ടപ്പോൾ എത്രയും ഫ്രണ്ട് അല്ലേ, അപ്പം ഞാൻ നീ എന്താ ഇവിടെ വന്നേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്ന് വെറുതെ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലമാരനെ കുറിച്ച് വർത്താനം പറയാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഉണ്ടല്ലേ, എങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ കേരള സാരി കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഈ പെട്ടി കാണാനിടയുണ്ടായത്. അപ്പം ഇവിടെ പെട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് കേരളത്തിൽ സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പെട്ടിയാണ്, ആഭരണ പെട്ടി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു പെട്ടിയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത് സ്ട്രൈക്ക് ചെയ്തത്. ശരിയാ ഇവിടെ എല്ലാവരും, കാരണം എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ പെട്ടിയിലാണ് ആഭരണം ഇട്ടിച്ചത്. അതുപോലെ ഏട്ടൻ്റെ വീട്ടുകാർക്കും അറിയില്ല പെട്ടിയിലാണ് ആഭരണം ഇട്ടിച്ചത്. ഒരു ആഭരണം കണ്ടിട്ടുണ്ട്, പക്ഷെ പെട്ടിയിലാണെന്നുള്ള കാര്യം അറിയില്ല.
ഇവർക്ക് അവരെ മാത്രം കണ്ടിട്ടുണ്ട്, ഞങ്ങളെ തെറ്റാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. പക്ഷെ അത് എങ്ങനെ ഞങ്ങൾ എവിടെയാണോ വെച്ചത്, ഞങ്ങളിപ്പോ ഏത് പാത്രം അല്ലെങ്കിൽ ഇപ്പൊ ബോക്സിലാണോ വെച്ചത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്റെ വീട്ടുകാർക്ക് അറിയില്ല. ആകപ്പാണ് ഇത് അറിയുന്ന ഒരാള്, ഞങ്ങൾ രണ്ടാളല്ലാണ്ട് അറിയുന്ന പറയുന്നത് ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അതിന് പോലീസുകാർ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്കും അതൊരു ഓർമ്മയിലേക്ക് വരും. അങ്ങനെ അതുകൊണ്ടാണ് ഈ കുട്ടി നമ്മൾ സംശയിക്കാൻ കാരണം. പക്ഷെ ഇത് എനിക്ക് ഉറപ്പായത് എപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 100% ആ കുട്ടിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ദിവസം വെച്ചാൽ 7-ാം തീയതിയാണ് വൈകിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ട് ആർക്കെങ്കിലും സെലക്ഷൻ കിട്ടിയെന്നുള്ളൊരു കള്ളക്കഥ പറയുക. 7-ാം തീയതി ആ കുട്ടീനെ വിളിക്കുന്ന സമയത്ത് പോലീസുകാരുടെ അന്വേഷണത്തിൽ ആ കുട്ടി ഇന്ത്യയിലേ ഇല്ല. ആ കുട്ടി പുറത്ത് പോയിട്ടാണ് ഇത് വിളിച്ചു പറയുന്നത്. ഓക്കെ, നോർമലി ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെള്ളം പറയാം, അതൊക്കെ ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തിനെ അത് പറഞ്ഞെന്നുള്ളതും, ആ സമയത്ത് അവൾക്ക് ആർമിയിൽ സെലക്ഷനും ഇല്ല, അവൾ പുറത്താണെന്നുള്ളതും, ഈ ഇൻസിഡന്റിൽ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട ഓളാണെന്ന് എനിക്ക് ഏകദേശം ഏറെക്കുറെ തന്നെ ഞാൻ ഓർമ്മിച്ച് അവളെ തന്നെ. അപ്പോഴും ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഇവിടെ അവളെ പ്രൊട്ടക്ട് ചെയ്യാറ്, അല്ലെങ്കിൽ ഇവളങ്ങനെ ചെയ്യൂല, ഇവൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്പോഴും കുറച്ചും കൂടെ അവളെ ഇതാക്കേണ്ടി നിന്നിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാനും അവളും ഒരുമിച്ച് ചെയ്യുന്നല്ലോ ബാംഗ്ലൂരിലുള്ള സമയത്ത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ കോളേജിലായാൽ പോലും എല്ലാവരും ഞെട്ടിപ്പോയി ഞാൻ കാര്യം പറഞ്ഞ സമയത്ത്. കാരണം ഓൾ അങ്ങനെ ചെയ്യോ, അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നൊരു അറിയില്ല. ഞാൻ അതുവരെ എല്ലാവരും എന്നുവെച്ചാൽ പോലീസുകാരും കേട്ടെ വീട്ടുകാരൊക്കെ പറയുന്ന ഓളെ നീക്കി ഓളടുത്ത് തെളിവുകളും ഇതൊക്കെ വന്നപ്പോഴും ഓളടുത്തൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഓളല്ലെങ്കിലോ എന്നുള്ളൊരു സംശയം. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവിടെ ഇങ്ങനെ കാര്യം ചെയ്ത്. കാരണം ഈ മോഷ്ടിച്ച് കൊണ്ടതിന് ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ നോർമലായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. മറ്റുള്ളവരുണ്ടാവും, അങ്ങനെയാണല്ലോ നമ്മള് ഇങ്ങനത്തെ സസ്പെക്ട് ആയിട്ട് സമയത്ത് അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അതെങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ അറിയില്ല. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇവർക്ക് എന്താണ് അത് പോയതായിട്ട് കുട്ടികളിൽ അതെങ്ങനെ കിട്ടുക, കുറെ കുറ്റപ്പെട്ടില്ല. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ വീട്ടുകാർ, എൻ്റെ അച്ഛനും അമ്മേനെ, ഇവിടെ അച്ഛനും അമ്മേനെ ഒക്കെ ഒരുപാട് ആൾക്കാർ അതിനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്, വേറെ ഒന്നല്ല. ഈ നഷ്ടപ്പെട്ട പീരീഡ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോൾ ഒരു 3-ാം മാസം മുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-ാം മാസമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം ഏകദേശം 5-ാമത്തെ മാസമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കണക്ക് കൂട്ടാതെ എത്ര പീരീഡ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുമല്ലോ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട പീരീഡാണ്. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും ഞങ്ങളുടെ ആവശ്യമാണല്ലോ, ഞങ്ങൾക്ക് കയറിയേ പറ്റുമെന്ന് ഒരുപാട് തവണ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ട് കമ്പനി, പോലീസുകാരായിട്ട് എല്ലാവരും കമ്പനി. ഞങ്ങൾക്ക് വന്നത് എന്നോട് ഡയറക്റ്റായിട്ട് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ സ്വർണം നഷ്ടപ്പെടാനുണ്ടായ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ കേൾക്കാൻ ഇടയുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേരൻസിനോട് ഇത് ഞങ്ങളെ കുടുംബക്കാർ തന്നെയാണ് ഫോം വിളിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡള്ളായിട്ടിരിക്കും, ഡൗൺ ആയിട്ടിരിക്കും, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹോം കൊടുക്കാതെ കിട്ടിയെങ്കിൽ ഇവർ വിളിച്ച, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ഈ വീഡിയോ ചിലപ്പോൾ അവർ കാണുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും. വീട്ടുകാരെ ഫോം വിളിച്ചിട്ട് അതൊന്നും കിട്ടാനൊന്നും പോണില്ല അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാനൊക്കെ ആണെങ്കിൽ അത് തിരിച്ചു പറയാനുള്ളത് എടുക്കാം. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അതൊരു ഒരു ഓപ്ഷൻ ഇല്ല, അവരാകെ തകർന്നിരിക്കില്ലേ. അപ്പൊ അവരത് കേൾക്കാന്നല്ലാതെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അവർ എന്നോട് പറയും ഇങ്ങനെ ഇപ്പൊ ഒരാൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് കേൾക്കുമ്പോൾ അതിശയം, ഞങ്ങളെ കുടുംബത്തിലത്തെ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത്. എന്റെ മാത്രമല്ല കേട്ടോ, അത് ഏട്ടനും ഇതുപോലെ പല സ്ഥലത്തുനിന്ന് കേൾക്കാടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഇതുപോലത്തെ ആൾക്കാർ നമ്മളെ ചുറ്റുണ്ട് കാണുമ്പോൾ വല്ലാട്ടത്. പിന്നെ ഇപ്പൊ ഈ സമയത്ത് കുറ്റപ്പെട്ട ആൾക്കാർ മാത്രം പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും സഹായിച്ചിട്ടുമുണ്ട്. മെന്റലായിട്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട്, ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും സപ്പോർട്ട് ചെയ്തവരുണ്ട്. അവർ എന്തെങ്കിലും സമയത്ത് നമ്മൾ എന്തായാലും കൂടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അത്രയും ഡൗണായി നിൽക്കുന്ന സമയത്ത് അവർ കുറെ ആൾക്കാർ നമ്മളോട് അങ്ങനെ നിന്ന ആൾക്കാരുണ്ട്. നിന്ന സമയത്ത് ഏകദേശം ഇവിടെ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുന്നെയാണ് ഇതിൻ്റെ അന്വേഷിക്കുന്ന കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞു, രാമകേശ ടെൻഷൻ ആവണ്ട, ഹാപ്പി ആയിട്ടിരുന്നോ, വൈഫിനോടും പറഞ്ഞു, എന്താ വെച്ചാൽ എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നല്ല ഭാഗ്യമുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്, പ്രതിനിധി പവറിനെ അറസ്റ്റ് ചെയ്തു.
ഒരു പകുതി സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എത്രയായാലും ഇങ്ങനെ ടെൻഷൻ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാണ്, ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണം നഷ്ടപ്പെട്ട്, പക്ഷെ അത് വിചാരിച്ചിട്ട് ലൈഫ് ലോങ് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം, മുന്നിലൊരു ലൈഫ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇനി ഒരിക്കലും തളരാൻ പാടില്ല, ഞങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് പോകണം. അത് സൈഡിൽ എന്ന് വെച്ചാൽ അന്വേഷിക്കണം, അത് കണ്ടെത്തണം. പക്ഷെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കണം, എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിന് ശേഷം ഞങ്ങൾ റൂമിലുള്ള സമയത്ത് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ. പുറത്തുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഫുൾ ചിരിച്ച് കളിച്ച് അങ്ങനെയായിരുന്നു തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഇവരെ കയ്യിൽ നിന്നാണ് ഇത്രയും സ്വർണ്ണം നഷ്ടപ്പെട്ടത്. അതൊക്കെ ഈ എഴുത്താൻ ആൾക്കാരെ അറിഞ്ഞപ്പോൾ അവർ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റി? കാരണം അവർ ചിലവർ ആ സമയത്ത് ചെറിയ ചെറിയ ന്യൂസ് സ്പ്രെഡ് ആവല്ലോ, ഒരാളറിഞ്ഞാൽ മതിയല്ലോ സ്പ്രെഡ് ആവാൻ. അപ്പം അവരൊക്കെ ചോദിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നത്, ഞങ്ങളാണെങ്കിൽ നിൽക്കാൻ പറ്റൂല. ഞങ്ങൾ ചോദിച്ചു പിന്നെ കരഞ്ഞ് നടക്കണോ ഞങ്ങൾ ഇങ്ങനെ ലൈഫ് നിൽക്കേണ്ടത്? ഞാൻ സത്യം പറയാലോ, ഞങ്ങൾ ആ ഒരു കുറച്ചില്ലേ മന്ത്രിയായിരുന്നു ആകെ തകർന്നു പോയത്. പിന്നെ കയറി വന്നു, കാരണം അതെന്തായാലും കിട്ടുന്നുള്ളൊരു ഹോപ്പ്. ഇപ്പോ പറഞ്ഞ തന്നെ ഞങ്ങളിത് അതായത് പോയത് വിവരം കുറച്ച് പേപ്പറിൽ പോയിട്ട് കുറച്ച് ആൾക്കാർ അറിയാറുണ്ട്. ഞങ്ങളത് അത്രയും അത് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവണ്ടെന്ന് വെച്ചിട്ട് തന്നെ ഞങ്ങൾ വന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൾക്കാരെന്ന് വെച്ചാൽ ഈ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നോർമൽ ആൾക്കാർ വിളിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആരും ചിന്തിക്കുന്നില്ല, അത് സമാധാനമല്ല ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം ഞങ്ങളിതൊന്നും മറന്ന് ഇതൊന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഞങ്ങളെ പിടിച്ച് കയ്യിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു നമുക്കിങ്ങനെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി എടുത്ത തീരുമാനം, കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരാൾ ഇങ്ങനെ 8ന്റെ പണി തരും. ആ 8ന്റെ പണി നമുക്ക് കിട്ടി, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അതൊന്നും വിചാരിച്ച് കരഞ്ഞിരിക്കേണ്ട, നമ്മൾ എൻജോയ് ചെയ്യാനുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണോ അത് നമ്മൾ എൻജോയ് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കല്യാണത്തിന് പോകാതെ എന്തെങ്കിലും കാര്യമുണ്ടോ, നമുക്ക് എവിടെയെങ്കിലും ഒരു അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ഇപ്പോൾ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് പോകാതെ കാര്യമുണ്ടോ? എന്തിനാണ് അങ്ങനെ ഇതായി ഇനിയിപ്പോൾ പോലീസുകാർ അതിൻ്റെ വയ്യാതെ 100% ഞങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റും അതിൻ്റെ മൊത്തം എഫേർട്ട് കിട്ടും. പക്ഷെ കരഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളാണോ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കുറ്റി തുറന്ന് സ്വർണ്ണം എടുത്തുള്ളതല്ല, നമ്മളത് പോയതല്ലേ. അങ്ങനെ കരഞ്ഞിരിക്കേണ്ട ആവശ്യം പേരെടുത്ത് പറയണതൊക്കെ ആയിരിക്കും, പക്ഷെ അത് പറയുന്നില്ല. ഇവരെ കണ്ടാൽ തോന്നുന്നില്ല ഇത്രയും ഒരു സംഭവം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ആളായ വീട് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണമെന്നുള്ളൂ, ഇതിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്താ രണ്ടാളും കൂടി നെഞ്ചത്തടിച്ചിട്ട് കരഞ്ഞ് നടക്കണം, അയ്യോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെ ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്നോട് പോലീസുകാർ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, കാരണം അവരിങ്ങനെ ആ സമയത്തും വിളിക്കാറുണ്ട്. അപ്പൊ സമയത്ത് വിളിക്കുന്ന സമയത്ത് ഈ ഇൻസിഡന്റ് ഉണ്ടായത് ഒരിക്കലും അവളുടെ ചെവിയിൽ എത്താൻ പാടില്ല, നിന്റെ വായ കൊണ്ട് അറിയാൻ പാടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇവളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എത്ര ഓക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമ്മളോട് ഇത് ചതി ചെയ്ത ആളാന്ന് പറയുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. എനിക്ക് ആദ്യം എനിക്ക് ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്തത്, കാരണം ഈ സമയത്ത് എന്തൊക്കെ പ്രശ്നം വന്നപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ ഇവളുടെ കോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ഡൗൺ ആവുന്നത്. കാരണം ഞാൻ ഒരുപാട് വേർക്കും, എന്താ ചെയ്യേണ്ടത്, എന്താ സംസാരിക്കേണ്ടത്, ഇവരത് തുടങ്ങണം, വിൽക്കും, ഇങ്ങനെ പോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവള് കാര്യം അറിയാൻ പാടില്ല, ഇവള് എന്റെ ശബ്ദത്തിലൂടെ തിരിച്ചറിയത് എനിക്ക് എന്തോ സംശയം ഉണ്ടെന്നോ. അതാണ് എനിക്ക് ഏറ്റവും ഇത്. അപ്പൊ ഞാൻ ഓടുക ചെയ്ത് ഫോൺ വരുമ്പോൾ എവിടെയെങ്കിലും ഒളിച്ച് ആരും കാണാതെ സംസാരിക്കാനായിട്ട് ഞാൻ ആദ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനു പറയുന്നത്, ഇവളെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവളെ എൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടാ പോയി. ഒരു ഫ്രണ്ടിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാര്യം വളരെ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ഞാൻ മാത്രമല്ലോ, ഇത് അന്വേഷിക്കുന്ന പോലീസുകാരടക്കം പറഞ്ഞതാണ്. ACP അടക്കം അവളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നന്നായിട്ടാണ് ചെയ്തത്. കാരണം അതിൽ തീരെ അവർക്ക് ഒരു ഡൗട്ട് തോന്നാണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അവൾ ഇവിടെ ഒരു ഓക്കെ ആണെന്നുള്ളതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് ഇപ്പോൾ പുറത്ത് പോയതിന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവനെ പോലീസുകാർ അത് പറഞ്ഞ് നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഈ കേസിൽ ഇവിടെ അറസ്റ്റ് ചെയ്തത് കുറച്ച് മുന്നേ, അത് മണിക്കൂറുകൾ മുന്നെയാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഇവളാണ് പ്രതിയെന്നും ഇവളെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. പക്ഷെ പോലീസുകാർ പറഞ്ഞു അവൾ അറസ്റ്റ് ചെയ്ത് വരെ ഇത് വേറെ ആരുടെ നന്നായിട്ട് ഡിസ്ക്ലോസ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഇൻകേസ് എങ്ങനെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ടോ അവരോട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും പറയരുത്. പിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് വന്നിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ ന്യൂസിൽ വന്നിട്ട് എല്ലാവരും അറിഞ്ഞു. രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് തോന്നുന്നു എനിക്ക് ഫോൺ വരുന്നത്. ന്യൂസ് വെച്ചൊക്കെ സൗജന്യം എടുത്തു എന്ന് പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ കാണിക്കുന്നത്. ഞങ്ങൾ ഷോക്കായി പോയി, ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയത്.
അതായത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെന്തെങ്കിൽ ആരോടും പറയണില്ല. നമ്മൾ അവളെ അറസ്റ്റ് ചെയ്തതൊക്കെ അറിഞ്ഞു. നമ്മൾ ഇത്ര ഇവിടെ നാട്ടിലെത്തിയിട്ടുള്ളൂ ഇതറിയാന്നുള്ളതിലാണ് നമ്മളൊരു നിന്നെ. അപ്പോൾ ന്യൂസ് വെച്ചോക്കിയപ്പോൾ അവിടെ ഫോട്ടോ സഹിതം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ആളാണ് ഇത് ചെയ്തത്. അപ്പോൾ ഓൾ ആ സമയത്ത് ഞങ്ങൾ ഒരു ടെൻഷൻ അടിച്ച് ആ നിൽക്കുന്ന സമയത്ത് അവൾ സന്തോഷിക്കേണ്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ വന്ന സമയത്ത് ഞാൻ ഉള്ളതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത ഇവർക്ക് അല്ലേ അത് ഇതല്ല. അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മൾ ആ കുട്ടി ഒരു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫ്രണ്ട് എന്നുള്ള ലെവലിൽ ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിലും ഇവളെ അമ്മയാണെങ്കിലും അത്രയും സഹായങ്ങൾ ചെയ്തു. അത്രയും സഹായങ്ങൾ ചെയ്തു. അപ്പോൾ അതൊന്നും ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറയും എനിക്കെന്നെ നാണക്കേടായത്. ഞാൻ അതൊക്കെ അങ്ങനത്തെ ഒരു നന്ദിയില്ലാത്തവർക്ക് അത്രയൊക്കെ ചെയ്തല്ലോ എന്ന് പറയും എനിക്കെന്നെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനത് പറയുന്നില്ല. പക്ഷെ അത്രയും ചെയ്തിട്ട് അവൾ അങ്ങനത്തെ രീതിയിൽ ചെയ്തപ്പോൾ നമുക്കും അത് ഓക്കെ ഇല്ല. പക്ഷെ ഈ ഒരു ഇതല്ല അന്ന് മുതൽ ഈ ഫോട്ടോ ന്യൂസിൽ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞ അന്ന് മുതൽ ആൾക്കാർ നമ്മൾ വിളിച്ച് ചോദിക്കുന്ന എന്താണ് എങ്ങനെ ഇൻസിഡന്റ് അറിയാൻ ആ ഒരു ക്യൂരിയോസിറ്റിയോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അറിയുന്ന ഒരു ചിലപ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അത് നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വരുന്നുള്ളൂ. പക്ഷെ എന്നാലും പോലും കുറെ ആൾക്കാർ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്താ എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ എല്ലാവരോടും പറയുന്നത് ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ലേറ്റ് ചെയ്തപ്പോൾ അതൊന്നല്ല. കാരണം വെച്ചാൽ ഇത് കേസ് ഇറങ്ങി നമ്മളൊരു കുറച്ച് ടൈം പീരീഡ് നമുക്ക് കുറച്ച് ഇതിന്റെ വയ്യാതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഓട്ടത്തിലായിരുന്നു. ഒരു തെളിവെടുപ്പ് ഇതിനൊക്കെ ആയിട്ടുള്ള കേസിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാക്കാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാനും ഒക്കെ നമ്മൾ അതിന്റെ ലീഗിലേക്കുള്ളത് നോക്കാൻ അതിന്റെ ആൾക്കാരൊക്കെ അന്വേഷിച്ചൊക്കെ നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഡിലേ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് സെറ്റിലായിട്ട് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. ഇപ്പൊ ഏകദേശം ഒന്ന് കൂളായി വരുന്നത്. അപ്പം എല്ലാവരും റെഡി ആയിട്ട് പറയുന്നത് ഒരിക്കലും ഇപ്പോഴും. പക്ഷെ കമ്പാരിറ്റീവ്ലി എല്ലാ കാര്യങ്ങളും ഓക്കെ ഓൾമോസ്റ്റ് പ്രതിനെ പിടിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്തായാലും മൈൻഡിൽ നമ്മളിപ്പോ നല്ല റിലാക്സ് ആണ്, നല്ല ഹാപ്പിയാണ്. പിന്നെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ലൈഫിൽ നടന്നുകൊണ്ടാണ് കുറെ വീഡിയോസ് ഇടാനതും. ലൈക്ക് എനിക്ക് പല ന്യൂസുകളും എല്ലാവരും ചോദിച്ചു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് വരെ ഈ സമയത്താണ്. ഇതൊക്കെ എനിക്ക് മുൻകൂട്ടി അറിയിക്കണമെന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് എനിക്കിതൊന്നും ചിന്തിക്കാനോ പറയാനോ പറ്റിയ സമയമില്ലായിരുന്നു. അപ്പം ഞാൻ ഇനി മുതൽ നല്ല വീഡിയോസ് ഇടാനും. അപ്പോൾ ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ തുറക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇൻസിഡന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനും എന്തുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല എന്നുള്ളതിന് ഒരു കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം രണ്ടിനുള്ള ഉത്തരം സെയിം ആണ്. പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് ആണ് ഞങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് കൂടി പറയുന്നത് സൗജന്യമായിട്ട് എടുത്തുകൊണ്ടേന്നുള്ള സംഭവം. ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തതല്ല, നമ്മളൊരു അവളെ അത്ര ഇതായിട്ട് വിശ്വസിച്ചു. എല്ലാരോടും ഈ സമയത്ത് നമ്മളെ കൂടെ തന്നെ എല്ലാരോടും ഒരുപാട് മനസ്സിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള മനസ്സിനുള്ള ഞങ്ങൾ നന്ദി. എന്തായാലും ചെറിയൊരു വീഡിയോ അല്ലേ വലിയൊരു വീഡിയോ. അവ ഇവിടെ അവസാനിക്കാം.